എനിക്ക് കർത്താവ് തമ്പുരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. അമ്മച്ചി ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ര 1000 ആള് കാണട്ര. നടക്കടേ അങ്ങോട്ട് കേറങ്ങട് നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതികേടായല്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്. മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്. മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കൂ. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. താനിരിക്കണ്ട, താനുണ്ടാവും എന്റെ കൂടെ. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറയണ കേട്ടൊന്ന് ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂ. മിണ്ടാതിരിക്കണ അവിടെ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞാ ശ്രദ്ധിക്കൂ. ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിച്ചോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 എണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്കൊന്ന് വരണം. അച്ചോ, ഇനി ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സലുണ്ട്. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ആട്ടെ, നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം എഴുതും. അച്ഛൻ എന്തു വർത്താനീ പറയണേ? സമയം കിട്ടണ്ടേ? ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി. പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ? നോക്കണ്ടാലോ, അവര് വായിക്കണ്ട. പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല. അച്ഛോ, ഈ പശ്ചിമത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട്. അതൊന്ന് വന്ന് അച്ഛൻ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അതിഗംഭീരമായ സ്വീകരണം നൽകുന്നതാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ MKS വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമ്മേളനാനന്തരം പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്റേഴ്സിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. മതി, ഇനി പാട്ട് നോക്കാം. അയ്യേ, നാടകം തുടങ്ങുന്നതിന് പോയിക്കാനുള്ള പാട്ടാ. ഒരു പണിയത്തെ മൈക്കിവിടെ ഞാൻ അനൗൺസ് ചെയ്യാം. മാത്രം തൊണ്ടക്ക് അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. നിന്റെ 2 കൈ കൊണ്ട് എന്നെ കഴിച്ചു അമർത്തി പിടിക്കേ. എന്നെ കുഴപ്പമില്ല, പിടിക്കേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു. കഴുത്തെന്ന് പറ, ശ്വാസം മുട്ടുന്നു. കഴുത്തെന്ന് പറ. മോനെ പാപ്പി, നിക്കണ വരെ ദൂറുകളെ, നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ നാടകത്തിന്റെ അനൗൺസ്മെന്റ് കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പൊ ഇറങ്ങി പോടാ. സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട? എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണമെങ്കിൽ ദൈവട് വിചാരിക്കണം. എന്റെ ഭാര്യ കൊണ്ടുപോയി തീറ്റിക്കടാ. അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാർ എന്നെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല. നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ. അമ്മച്ചി അതേ സ്വഭാവം. അങ്ങോട്ട് വാ. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമെന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ. എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള.
ദുഷ്യന്തന്റെ മകൻ അല്ലല്ലോ ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ, പാപ്പച്ചൻ സൺ ദുഷ്യന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പച്ചൻ, മൈക്രോഫേഡാ. ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് എന്താ ഒരാവശ്യമില്ലേ? എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആട് കൂടണ്ടേ? ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ. നമ്മുടെ പട്ടത്തോട് പഞ്ചായത്തിന്റെ അന്നിലുണ്ണിയായ പഷ്ണിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു ദുഷ്യന്തന്റെ മകൻ. രാജാവിനോട് കുതിര പുറത്ത് പോണ മാതിരി അവിടെ നിൽക്കാൻ കളിക്കില്ലാട്ടാ. അമ്മേ, അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? കത്താലും ഞാൻ വിടില്ല. അങ്ങനെയാലും പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോയെ. അയ്യോ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിന് വല്ല ഇറച്ചി വീട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ, എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലേ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ? തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ എന്താ ആണിമിരിക്കുന്ന പോലെ നോക്കണേ? ഓശാരൊന്നല്ലല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ? അയ്യടാ അമ്മ, ഞാൻ പോണട്ടാ. അമ്മേ, നീ ആരോടാ ഈ സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ, നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ? അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്. അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അദ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വെറുതെ കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദര്യ. ആ, സൗന്ദര്യ. അവൾ ഇതുവരെ എത്തിയില്ലേ? അവളെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളിവിടെ വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ മോന്തയ്ക്ക് കുത്തകുത്തില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരി ഇതുവരെ എത്തിയില്ലേടാ? ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറെന്ന് പറഞ്ഞേക്ക്. ആ കാരണം കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ വരേണ്ടത് പറ. ആ, വാ, നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. ആ, നോക്കാം. പോട്ടെ, സാറിന് ക്ഷമിച്ചാല് സോറി പറഞ്ഞൂടെ? കുമാര, നിന്നെ അന്വേഷിച്ച് മുതലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ. ചെറ്റെ, അവന്റെ ഒരു രാജാപ്പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മുതലാളി, ഞാനത് അവിടെ. എടാ, ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് ഇപ്പൊ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ വന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിങ് ചെയ്തു തരാന്ന് എന്നിട്ട് നീ തോന്നിയാസം കാണിക്കുന്നത്?
അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലൂ. ഒരു വീക്കണെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടുതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ആരി കുമാരൻ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താന്ന് ചെറുത്തോളി, എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോപ്പ് നമ്മളതിലായി പോയില്ലേ. പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ. ഇരിക്കി മോനെ, കടി എടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നീ ക്യാമ്പിലേക്ക് അല്ലേ? ഞാൻ മുതലാളി വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മുതലാളിയെ കണ്ട് ലീവ് എടുത്തേച്ചു വരാം. നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേഗം വന്നം. ആ. ചേട്ടാ വിട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല. ലീവ് ഒന്ന് നീട്ടി കിട്ടിയില്ല. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി ആ മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകത്തിന്റെ മുതലാളി! പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര വിശ്വംബര, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോടാ നീ ഇവിടെ വന്ന് അതിനും അളിഞ്ഞു നാറിയ റേഷനരി വാരുന്നത്. നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. പണി എടുക്കല്ല, മറ്റുള്ളവർക്ക് പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോ. വീടി പറഞ്ഞിട്ടാ പോന്നെ. ശകുന്തള വന്നേ, നമ്മളെ ശകുന്തള വന്നേ, പാപ്പച്ച ശകുന്തള വന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പീടി, ശകുന്തളയ്ക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര്യ, ഞാൻ കാത്തിരിക്കുന്നു മോളെ. നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മ മോള് ഇവിടെ കുത്തിരി, അച്ഛൻ അവളോട് പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നമുക്ക് വാങ്ങിക്കണ്ട. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്ക്. അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ. ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ, അയ്യേ പതാ 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 പതാ. ഇപ്പൊ പോയോ? ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ? ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൊടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരമില്ല എന്ന് പേർക്കുണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകൾ നക്ക കണക്ക് എഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക്. പാലെടുത്ത് കുടിക്ക്. ഏടാ കുമാര, ബായി നോക്കി കണ്ട പ്ലേറ്റേക്ക് 2 പയർത്ത് കൊടുക്ക്. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ കാണാനല്ലേ. എടാ, തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ 1 മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവിടോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് വെറുക്കും. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ, ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ടന്നേ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി.
എടാ കുമാര കള്ള സൗന്ദര്യ ഭയം കൊടുക്കാൻ വേണ്ടി ഈ നിന്നാണ് നമുക്ക് അതും 2 ഭയം എടുക്കാൻ വേണ്ടി എന്നാ പിന്നെ കൊല ഇങ്ങോട്ട് എടുത്തോളൂ പോട് ഞാൻ എടുത്ത് കൊടുത്തോളാം മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ അത്. ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വാരിയതാ കോഴിക്ക് കൊടുക്കാൻ. ആ പൊടി മാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞി വയ്ക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യർക്ക് കേൾക്കട്ടെടി കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്തത് കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പഞ്ചസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. പൊക്കോ. ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ? അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്ക്. ചെല്ലേ. എവിടെ പോയി കിടക്കും സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല വിശ്വംഭരനാ. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്നവന്റെ മുട്ടുകാലി തല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിവിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നമില്ല. ഇനി നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജയെ കൊണ്ട് പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്നത് ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയല്ലേ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണം കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏതാണ് അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടിയാണല്ലോ. പിടിക്കണ കയറ്, പിടിക്കട, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിന കണ്ണാടി നോക്കി കുരകൻ മനസ്സിലാവൂടാ. വീട് പിടിക്കാൻ സമ്മതിക്കൂല പണ്ടാരം. പഴയ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടനായിട്ടിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യാൻ? നാണയം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞല്ലേ? ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകവും പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ പൊളിച്ചെടുക്കുന്നു. സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവരാണ്. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ദുഷ്യന്തന്റെ മകൻ. അമ്മേ, അമ്മ ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ, പോയിരുന്നു പഠിക്കും. അമ്മേ അമ്മേ പ്ലീസ് പോയിക്കോട്ടെ അമ്മേ. നിന്നോട് പറഞ്ഞത് പോയിരുന്നു പഠിക്കാൻ അല്ലേ? നമുക്ക് എന്തായാലും പ്രോഗ്രാം പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. കുറച്ചേരം നാടകം കണ്ടാലോ? സാർ ഇവിടെ പേടിക്കണ്ടോ, നാട്ടുംപുറവും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം. അമ്മേ അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛൻ വരണേന് മുമ്പ് നിർത്തണം. ഒറ്റയ്ക്ക് പോണ്ട. അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജ കൂടെ വിളിച്ചോ. വിളിക്കാം.
ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഈ ഊള ഡയലോഗ് ഒറ്റ ചവിട്ടോട്ടി എവിടെയാണ് ഞാൻ ഡയലോഗ് നീ കംപ്ലീറ്റ് തെറ്റിച്ച് ഇന്നിപ്പോ ദുഷന്ത ഞാനായിരുന്നെങ്കിൽ നാളെ കലക്കിയേനെ രണ്ടെണ്ണം കൂടി മറ്റേ വർത്തമാനം ഒന്ന് നിർത്തറ. അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നേ? അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്തതാണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ? മന്ത്രി അച്ഛനാണ് ഇതിന്റെ പിന്നിലല്ലേ? പാപ്പച്ചനാ. ഭക്ഷണത്തോട് പാപ്പച്ചൻ. അവാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധമില്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഫോട്ടോഗ്രാഫർ അല്ലേ നമ്മുടെ കൂടെ? ഞാൻ വേണേ. അതാ ഞാനും പറഞ്ഞേ. അയ്യോ പാപ്പഞ്ചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. എന്റെയോ? ഞാൻ നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? എന്നാ ഇതെന്തിനാ എനിക്ക്? കൊണ്ട് തേച്ചോടാ. ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ. അന്ന് അത് ഇത്ര കഷ്ടായി പോയിട്ടോ. മോൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്തിരി ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടി ഇല്ല. എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. നീ മിണ്ടരുത്, മിണ്ടരുത്. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ പത്രത്തിൽ ഫോട്ടോ ഒന്നും കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണം തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയാൻ പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും. ജവൻ കലാകാരനാ. കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവന്മാരടുത്തെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി. നീ വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീട്ടിൽ പോടാ അങ്ങോട്ട്. എന്താണ് മുഖത്ത് കടന്നിലൂത്തിയോ? കടന്നിന്റെ ഒരു ഭാഗ്യേ. വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മതിരി അരക്കായി നോക്കായിരുന്നു. നാണമില്ലല്ലോ. ആർക്ക്? ദുഷ്യന്തനോ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത്. പഴം ഉരിച്ചു കൊടുക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. വിത്ത് ഗുണം 10 ഗുണം. എന്ത്? അല്ല, ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ, തന്റെ അച്ഛൻ. ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ. തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. സ്കൂളിൽ പോവുക, മാവേലെറിയ, ആമ്പൽപ്പൂ പറിക്കുക, ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള്
എന്ത് രസമായിരുന്നു. ആരെയും പേടിക്കണ്ട. ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ. എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ. നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ? വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും. ഞാനൊന്ന് തൂങ്ങിച്ചാവും തീർച്ച. വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. അയ്യോ പ്രസാദ്, വൈകുന്നേരം കുളക്കടവിൽ കാണാം. ആ. എവിടെ പോണടി? വീട്ടില്. അമ്മാന്റെ വീട്ടില്? എനിക്കറിയില്ല. കേറ്. വേണ്ട. കേറാൻ. ആ പ്രസാദോ? അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഓ, സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ. ആ, ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. അവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞു അവനെ തെമ്മാടിയാക്കുന്നതാ. ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ. അകത്ത് കയറട്ടെ. ഡീ, കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കയറും. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു കൊടുക്കും. 10 പൈസ ഞാൻ കൊടുക്കില്ല. ആ ഓ, ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുൻപ് വളർത്തിട്ട് പയ്യൻ വരാൻ മുൻപ് പിടിച്ചിടാ. പെണ്ണ് വരുന്നേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പം പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയിട്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ പൊടി. മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. എന്താടാ? പാപ്പച്ചന്റെ അമ്മ. അമ്മ, അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവ്, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ലും. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ? ഈ മീനിക്കളിടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയതാണ് അവ കുളിക്കാൻ അറിഞ്ഞത്. കാലനും കലികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ? നിന്റെ കാലൻ ഒന്നിറക്കി വേണം. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്. എപ്പോ മുണ്ടെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ,
ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലെന്ന് ആലോചിക്കാ. ആരുടെ പാപ്പി? അമ്മ ഇവിടെ അയ്യോ, എന്റെ മുണ്ട് ആ, പോവല്ലേ എടാ പാപ്പി, അയ്യോ അമ്മ അങ്ങോട്ട് പോ, അമ്മ അങ്ങോട്ട് വരില്ലേട്ടോ, ഇങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ.